just cooking fun and more. കൂട്ടുകാരെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. അതിനുശേഷം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ എല്ലാവരും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വറുത്തരച്ച ചിക്കൻ കറിയും മൈദപ്പത്തിരിയും. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 6-7 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 പച്ചമുളകും കൂടെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കടുക് പൊട്ടിച്ച എണ്ണയിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കത് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 മീഡിയം സൈസ് വലിപ്പമുള്ള സവോള നമുക്ക് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഗോൾഡൻ കളർ ആകുന്നവരെ ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ, അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3-4 ഗ്രാമ്പൂ, 3-4 ഏലക്ക, ഒരു 3-4 കഷ്ണം പട്ട, ഒരു തക്കോലം, കുറച്ച് കുരുമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുത്ത് ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. ഈ തേങ്ങ ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ ഉള്ളി വെച്ചിരുന്നത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 2 തക്കാളിയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. അത് കുക്കാവട്ടെ. ആ സമയം കൊണ്ട് നമ്മളുടെ തേങ്ങയും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ചേർത്താൽ മതിയാവും. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം എരിവിൻ്റെ അനുസരിച്ച്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. ഈ സമയത്ത് നമ്മളുടെ സവോളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കരുത്. ഇതിങ്ങനെ തന്നെ മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഇരുന്ന് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ആ അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവാൻ എത്ര വെള്ളം വേണം, അതുപോലെ എത്ര ഗ്രേവി വേണം, അതൊക്കെ അനുസരിച്ച് വേണം നമ്മളതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറൊക്കെ ആയി ചാറൊക്കെ കുറുകി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളിവനെ മൂടി അങ്ങ് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ ഇരിക്കട്ടെ. ഇനി പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് മതിയാവും. 1 കപ്പ് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ മതി. പക്ഷേ ഞാൻ 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. തിളച്ച വെള്ളം നമ്മൾ ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സെയിം ടൈമിൽ തന്നെ നമ്മളത് ഒഴിച്ചു കൊടുക്കണം. ചൂടാറിപ്പോരുത്. ആ നല്ല ചൂടിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് പാകത്തിന് നനവ്, നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നതിനേക്കാളും ഒരു സ്വല്പം കൂടി ഒഴിച്ചെടുക്കാനായിട്ട്, എന്നാൽ വെള്ളം കൂടി പോകുകയും ചെയ്യരുത്. ആ രീതിയിൽ നമ്മൾ നല്ല ചൂടോട് തന്നെ ഇതങ്ങ് കുഴച്ചെടുക്കുക.
ഒത്തിരി കൈ പൊള്ളുന്ന ചൂടിലൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നല്ല സോഫ്റ്റ് മാവാണ്. നമ്മൾ മൈദ സാധാരണ കുഴക്കുന്ന പോലെ റബ്ബറായിട്ടൊന്നും അല്ല ഇരിക്കുക, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിന് നമ്മൾ പത്തിരിയുടെ വലുപ്പത്തിൽ ഉള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതെടുക്കാം. നല്ല മിനുസമുള്ള ബോൾസാക്കി എടുക്കണം. അപ്പം ഞാൻ 17 ബോൾസ് എനിക്ക് ഇത്രയും 2 കപ്പ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് ഇതാക്കി വയ്ക്കാം. അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണിത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ നമ്മൾ മൈദാമാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് പരത്തിയെടുക്കും. ഒരുപാട് തിന്നായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി കട്ടി ഉണ്ടാകാനും പാടില്ല. ആ ഒരു ഇതിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ ഒരുപാട് പൊടി ഇങ്ങനെ വാരി തൂവി ചപ്പാത്തിയിൽ ഇതാക്കുന്ന പോലെ നമ്മൾ ചെയ്യാനും പാടില്ല. കുറച്ച് എന്തെങ്കിലും പൊടി എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തട്ടിക്കളയുകയും വേണം ഇത് ചുടുന്നതിന് മുമ്പ്. അപ്പോൾ ആ രീതിയിൽ ഒത്തിരി വലിപ്പവും വേണ്ട, എന്നാൽ ഒത്തിരി ചെറുതും ആവരുത്, ഒത്തിരി കനവും പാടില്ല, ഒത്തിരി തിന്നും ആകരുത്. ആ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. അപ്പം ഇത് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കരുത്, അപ്പോൾ അത് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പം നമ്മൾ എല്ലാം പരത്തിയതിന് ശേഷമാണ് ചുടുന്നതെങ്കിൽ ഇത് മാറ്റി മാറ്റി വേണം വയ്ക്കാനായിട്ട്. അപ്പം ഞാനിത് 2-3 എണ്ണം ഒന്ന് പരത്തിയതിന് ശേഷം ഇത് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 എണ്ണമാണ് ഇപ്പം പരത്തിയെടുത്തിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് തിന്നുമല്ല, എന്നാൽ അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാൽ ഒത്തിരി കട്ടിയില്ല താനും. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 സെക്കൻഡ് ഒരു വശം ഇടുക. ആ 4 സെക്കൻഡ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിടണം. അതും ഒരു 4 സെക്കൻഡ് മറ്റേ വശവും ഇടുക. അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ചിടുക. ആ തിരിച്ചിടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പൊന്തി ഇങ്ങനെ വരും, നല്ല കൊമ്പളച്ച് പത്തിരി വരുന്നത് പോലെ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും. കരിഞ്ഞു പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പത്തിരി നല്ല വെളുത്താണല്ലോ ഇരിക്കുന്നത്, ആ രീതിയിൽ നമ്മളിത് എടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ടുപോരുന്ന രീതിയിൽ എത്ര സോഫ്റ്റാണ്. അപ്പം നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കറി നല്ല ഇരുന്ന് കുറുകി പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി വറുത്തരച്ച ചിക്കൻ കറിയും അതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള മൈദപ്പത്തിരിയും റെഡിയാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം. മാസത്തിൽ 1 അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒരു ചേഞ്ച് വേണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ്. പൊറോട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവാണ്. അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.